ഖിയാമത്തും നിങ്ങളും തമ്മിലുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആപത്തുകൾ വർദ്ധിക്കലാണ്, ഭയാനകമായ അപകടങ്ങളാണെന്ന് വിശ്വാചാര്യൻ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ തെരുവിലൂടെ ഒരു മയ്യിത്ത് കൊണ്ടുപോയി. ഒരു മൃതദേഹം വിലാപയാത്രയായി ഖബറടക്കത്തിലേക്കുള്ള യാത്രയാണ്. തെരുവിന്റെ വക്കത്തൂടെ കടന്നുപോയി. ലോകത്തിന്റെ അനുഗ്രഹമേ, മനുഷ്യത്വത്തിന്റെ അധ്യാപകനെ, മാനവികതയുടെ ഏറ്റവും വലിയ നാവികനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൃതദേഹം കണ്ടപ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആ ദേഹത്തോട് അവിടുന്ന് ആദരം പ്രകടിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കൂടിയ ആരോ പറഞ്ഞുപോയി, അല്ലാഹുവിന്റെ റസൂലേ, അതൊരു യഹൂദന്റെ ദേഹമാണ്, അതൊരു യഹൂദന്റെ മൃതദേഹമാണ്. ആ യഹൂദന്റെ മൃതദേഹത്തോടുള്ള ആദരം പ്രകടിപ്പിച്ചതിൽ അത്ഭുതം കൊണ്ട സദസ്യരെ, അവിടെയുണ്ടായിരുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ദൈവദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, എന്താ അത് മനുഷ്യനല്ലേ? ജനാസാ ജബനികല ഉസ്കം സിൻകെ കൂച്ചേസേ. ഏത് തെരുവിലൂടെയും ഇന്ന് മനുഷ്യ മക്കളുടെ മൃതദേഹങ്ങൾ വിലാപയാത്രയായിട്ട് കടന്നു പോകുമ്പോൾ അവിടെ മനുഷ്യത്വത്തിന്റെ ജീവൻ ഉയർത്തേണ്ടതിനെ കുറിച്ച്, മനുഷ്യത്വത്തിന്റെ ജീവന്റെ വില ഉണർത്തേണ്ടതിനെ കുറിച്ചുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണ്. ഏത് മനുഷ്യനെയും മനുഷ്യനായിട്ട് കാണാനുള്ള വിവേകമാണ്, ചിന്തയാണ്. ലോക ആകയെ ഷഹനായിയാൻ ലേക്കർ. ജനങ്ങൾ കടന്നു വന്നത് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയുമായിട്ടാണ്, വാദ്യോപകരണങ്ങളാണ്. മനുഷ്യത്വത്തിന്റെ മൃതദേഹത്തെ ആഘോഷത്തോടെ ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ട്, മുഴുവൻ മനുഷ്യ നന്മക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, മുഴുവൻ മനുഷ്യ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാം മദീനയിലേക്കുള്ള പാതയിൽ നിലകൊള്ളുകയാണ്. വർഗീയത എന്നിൽപ്പെട്ടതല്ല, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവനും എന്റെ ആളല്ല. വർഗീയത കുത്തിപ്പൊക്കിയിട്ടതിൽ വല്ലവനും മരണപ്പെട്ടാൽ അവനും എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ